ട്രിഗണോമെട്രി ആണ് കേട്ടോ. ഇതാ ട്രിഗണോമെട്രീൻ്റെ അർത്ഥം. ഇല്ല, ട്രിഗണോമെട്രി എന്ന് പറഞ്ഞ അർത്ഥം മലയാളത്തിൽ എന്ത് പറയുന്നത് അറിയോ? വേണ്ട, ഇംഗ്ലീഷിൽ എന്ത് അതിൻ്റെ എക്സ്പ്ലെയിൻ പറയാൻ പറ്റും? അപ്പോൾ ഇംഗ്ലീഷിൽ പഠിച്ചിട്ട് ഇംഗ്ലീഷും പറയാൻ കിട്ടുന്നില്ല, മലയാളത്തിലും പറയാൻ പറ്റില്ല. യു ക്യാൻ എക്സ്പ്ലെയിൻ ഐദർ ഇൻ ഇംഗ്ലീഷ് ഓർ മലയാളം. വാട്ട് ഈസ് ട്രിഗണോമെട്രി മെൻ ബൈ ട്രിഗണോമെട്രി? മെട്രി എന്ന് പറഞ്ഞാൽ അറിയോ? അതറിയില്ല. അളക്കുക എന്നർത്ഥം. എന്താ പറയുക? അളക്കുക. ത്രികോണങ്ങളുടെ അളവുകളെ കുറിച്ച് പറയുന്ന അളവുകളുടെ ശാസ്ത്രം. ത്രീ എന്ന് പറഞ്ഞാൽ ത്രീ അല്ലേ? മലയാളത്തിൽ അത് തന്നെയാണ്. എന്താ കാരണം? ത്രീ എന്നുവെച്ചാൽ 3. ത്രൈമാസം എന്ന് വെച്ചാൽ എത്ര മാസമാണ്? 3 മാസം. അപ്പോൾ അതിന് ത്രികോണം 3 കോണുള്ളത്. അതുപോലെ ത്രികോണം മതി എന്ന് മലയാളത്തിൽ വരട്ട്. അതായത് 3 അളവ്. അതായത് ഇതിൻ്റെ ട്രയാങ്കിളുകളുടെ അളവ് ശാസ്ത്രമാണ് ഇതിൻ്റെ അർത്ഥം. അത് സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അല്ലേ? ഹൈപ്പോട്ടന്യൂസ് എന്ന് അറിയില്ലേ? എന്താ സ്പെല്ലിങ് അതിൻ്റെ ഹൈപ്പോട്ടന്യൂസിൻ്റെ? ഹൈപ്പോട്ട് എന്തെല്ലാം ആയിക്കോട്ടെ. ഇംഗ്ലീഷ് മീഡിയം അല്ലേ പഠിച്ചേ? അതെ. ABC. It is a triangle? Yes. അല്ലേ? ഇതിങ്ങനെ മാർക്കിന് എന്താ മാർക്കിൻ്റെ അർത്ഥം അറിയോ? 90 ഡിഗ്രി പറയോ? ദെൻ ദിസ് ട്രയാങ്കിൾ ഈസ് കോൾഡ് വാട്ട് എന്ന് പറയാ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. മട്ടത്രികോണം മലയാളത്തിൽ എന്താ പറയുന്നത് അറിയോ? മട്ടത്രികോണം എന്ന് പറയാ? മട്ടത്രികോണം. അപ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. അഥവാ 90 ഡിഗ്രിയുള്ള ഒരു ട്രയാങ്കിളാണ്. ഇപ്പോൾ ഈ 3 വശങ്ങൾക്ക് ഇതിനിപ്പോൾ 3 വശമുണ്ട് അല്ലേ? AB എന്നൊരു വശം, AC എന്നൊരു വശം, BC എന്നൊരു വശം വേണമെങ്കിൽ അല്ലേ? 3 വശങ്ങളുണ്ട് അല്ലേ? ഇവിടെ ഒരു കോണുണ്ടെന്ന് വിചാരിക്കുക, തീറ്റ. ഒരു കോൺ തീറ്റ. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഇത് വായിക്കേ, ഇങ്ങനെ എഴുതിയ വായിക്കറിയോ? ഇതിനെന്താ വായിക്കുക? സൈൻ തീറ്റ എന്നല്ല വായിക്കുക. ഇത് തീറ്റ, ഇത് സൈൻ അല്ലേ? സൈൻ തീറ്റ അല്ല വായിക്കുക. ഇത് കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? +1 +2 പഠിച്ചിട്ടുണ്ടോ? ഇത് പഠിച്ചിട്ടുണ്ട് അല്ലേ? സൈൻ തീറ്റ എന്ന് പഠിച്ചിട്ടുണ്ട്. അത് 9th-ലോ 10th-ലോ പഠിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് എഴുതാന്ന് പഠിച്ചിട്ടുണ്ടോ? ഇതിന് നമുക്ക് എക്സ് വൈ സെഡ് എന്ന് കൊടുക്കാൻ വിചാരിക്കാം. എന്താ പറയുക? എന്താണ് ഹൈപ്പോട്ടന്യൂസ് നിങ്ങൾക്ക് അറിയോ? എന്താണ് ഹൈപ്പോട്ടന്യൂസ് എന്ന് അറിയോ നിങ്ങൾക്ക്? ഹൈപ്പോട്ടന്യൂസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടോ? അതെന്താണ് ഹൈപ്പോട്ടന്യൂസ് പഠിച്ചത്? അതായത് ഇത് നിങ്ങളത് ഒരു ഫണ്ടമെൻ്റ്. മാത്സിൽ എത്ര മാർക്ക് കിട്ടിൻ്റെ SLCക്ക് എന്നറിയോ? ഓർമ്മയില്ല? ഫുൾ എ പ്ലസാ? 8 A+. മാത്സിൽ A+ ആണോ? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്
ഇപ്പോൾ ഈ പറഞ്ഞതിന് ഇപ്പോൾ താങ്കൾ പറഞ്ഞതിന് സൈൻ തീറ്റ എന്ന് പറഞ്ഞതൊരു അടിസ്ഥാനമായിട്ടുള്ള ഒരു കണക്കാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് അറിഞ്ഞിരിക്കേണ്ട ഒരു കണക്കാണ്. ഇതറിയാത്തവന് ഒന്നും A+ പണ്ട് കിട്ടാറേ ഇല്ല. ഇത് കിട്ടിയാൽ തന്നെ ഒരു 50% 60% മാർക്ക് കിട്ടില്ല. അപ്പോൾ ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും, അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് കണക്കൊന്നും അറിഞ്ഞില്ലെങ്കിലും A+ കിട്ടുന്നതാണ് ഇപ്പോൾ പറയുന്നത് അല്ലേ. ഇത് ഹൈപ്പോട്ടീസ് പോലും അറിഞ്ഞില്ലെങ്കിലും A+ കിട്ടും. അപ്പോൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ അറിയാണ്ട് തന്നെ 100 കിട്ടും. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ 100ൽ എത്ര മാർക്ക് കിട്ടും? 200 300 മാർക്ക് കിട്ടില്ലേ? അല്ല, ഞാൻ നിങ്ങളെ കുറ്റം പറയില്ല, ദ സിസ്റ്റം എഡ്യൂക്കേഷനെ കുറ്റം പറയുന്നത്. ഞാൻ നിങ്ങളല്ല കുറ്റം പറഞ്ഞത്. ഐ എം നോട്ട് ബ്ലെയിമിങ് യു, ഐ ആം ബ്ലെയിമിങ് ദ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. മനസ്സിലായേ? നിങ്ങളെ കുറിച്ചല്ല ക്ലാസ്. അതായത് ഇപ്പോൾ ഇപ്പോഴത്തെ ചോദ്യപ്പേപ്പറിൽ നിങ്ങൾ വാസ്കോ ഡ ഗാമ എവിടെയാണ് കപ്പലിറങ്ങിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എങ്ങനെ എഴുതാം? കോഴിക്കോട് എന്ന് എഴുതാം, അപ്പോഴും മാർക്ക് കിട്ടും. കോഴിക്കേട് എന്ന് പറയാം, കോഴിക്കോട് എന്ന് പറഞ്ഞാലും എന്നാലൊക്കെ മാർക്ക് കിട്ടണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അക്ഷരത്തെറ്റ് നോക്കരുത്, അക്ഷരത്തെറ്റ് അക്ഷരത്തെറ്റ് നോക്കരുത്. അപ്പോൾ കോഴിക്കോട് എന്ന് വേണമെങ്കിൽ എന്ത് എഴുതാം? ഉത്തരം എഴുതാം. ആ കോഴി എന്നല്ലോ, അപ്പോൾ മാർക്ക് കൊടുക്കണം. അപ്പോൾ അവന് അക്ഷരം തെറ്റിയില്ല, അതിനൊന്നും മാർക്കൊന്നും കൊടുക്കാൻ പാടില്ല, ഇപ്പോഴത്തെ നിയമമാണ്. അപ്പോൾ കോഴിക്കേട് എന്ന് എഴുതിയാലും മാർക്ക് കൊടുക്കണം. കോഴിക്കോടാണ് കപ്പലിറങ്ങിയത്, കോഴിക്കോട് എന്ന് എഴുതിയാലും മാർക്ക് കൊടുക്കണം. അപ്പോൾ ഇങ്ങനത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പിന്നെ യാതൊരു ഇത് സ്വാഭാവികമാണ്. അതുകൊണ്ട് താങ്കൾ അത് കിട്ടില്ല എന്നുള്ളത് താങ്കളുടെ യാതൊരു കുറ്റമല്ല. താങ്കൾ അതിന് ചീത്ത പറഞ്ഞിട്ട് കളിയാക്കിയിട്ട് യാതൊരു കാര്യമില്ല. കളിയാക്കേണ്ട കാര്യം ഇതിന് ഉത്തരവാദിയായവരുടെ, ഇതിനാരും ഉത്തരവാദി ഇത് അത് ആലോചിച്ച് കണ്ടുപിടിക്കുക. അത് താങ്കളല്ലേ കാരണം. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുക, ഹൈപ്പോട്ടൻസിൽ അതിൽ ഏറ്റവും ഇല്ല ബിഗ്ഗസ്റ്റ് എന്ന് പറയാ, ഏറ്റവും ലെങ്ത്തുള്ള അല്ല ലോങ്ങസ്റ്റ് അല്ലേ സൈഡാണ് എന്ത്? ഹൈപ്പോട്ടൻസ്. ഒരു മട്ടത്രികോണത്തിൽ ഏറ്റവും നീളം കൂടിയ വശം, ഏറ്റവും അതാണ് ഏത്? ഹൈപ്പോട്ടൻസ്. അഥവാ 90 ഡിഗ്രിക്ക് റൈറ്റ് ആംഗിളിന് ഓപ്പോസിറ്റ് കിടക്കുന്നത് എന്താണ് പറയുക? ഈ ആംഗിൾ എന്താണ്? റൈറ്റ് ആംഗിൾ. ഇതിൻ്റെ ഓപ്പോസിറ്റ് റൈറ്റ്, ഇതാണ് റൈറ്റ് ആംഗിൾ. ഈ റൈറ്റ് ആംഗിളിന് ഓപ്പോസിറ്റുള്ള സൈഡ് ഇതിൽ AC, അതിൻ്റെ നീളമായിട്ട് എഴുതിയിട്ടുള്ളത് Z. എന്താണ് ഇതിൽ ആംഗിൾ ഏതാണ്? ഇതിനെതിരെ കിടക്കുന്ന വശം. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു വലിയ വാചകത്തെ ചെറുതാക്കി എഴുതിയിട്ടുള്ളതാണ്. എന്താ പറയുക? ഇങ്ങനെ എഴുതിയ എന്തർത്ഥം? അത് വലുതാണെന്നൊരു വാചകത്തെ ഒരു ഇതുകൊണ്ട് എഴുതിയതാണ് അല്ലേ? അത്രയല്ലേ? ഒരു വലിയൊരു ഇതുണ്ട് അല്ലേ? ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ 2 വരയാണ്. വരയല്ല എൻ്റെ അർത്ഥം തന്നെ സമമാണ് അല്ലേ? എന്ന പോലെ ഇതിന് ഒരർത്ഥമുണ്ട്. ഒരു വാചകത്തെ ചുരുക്കി എഴുതുന്നതാണത്. ഒരു വാചകം ഉണ്ട് ഇതിൽ. ഒരു മട്ടത്രികോണത്തിലെ ഒരു കോൺ തീറ്റ വരുകയാണെങ്കിൽ എന്താണ് ഇതിൻ്റെ അർത്ഥം? ഒരു മട്ടത്രികോണം അഥവാ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ തീറ്റയാണെങ്കിൽ ആ തീറ്റ എന്ന ആംഗിളിന് എതിരെ കിടക്കുന്ന വശവും ഹൈപ്പോട്ടൻസ് തമ്മിൽ ഹരിച്ചാൽ എന്തുത്തരം കിട്ടും എന്ന് അത്തരം ഒരു വാചകം ചുരുക്കി എഴുതിയത്. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ ഇൻറ്റു തീറ്റയേ അല്ല. അതാണ് ആദ്യം മനസ്സിലാക്കുന്നത്. എന്താണ്? സൈൻ ഇൻറ്റു തീറ്റയേ അല്ല. തീറ്റ ഒരു റൈറ്റ് ആംഗിളിൽ ട്രയാങ്കിളിലെ തീറ്റ എന്നൊരു ആംഗിളിന് അഥവാ കോണിന് ഓപ്പോസിറ്റ് കിടക്കുന്ന വശവും ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ അഥവാ മട്ടത്രികോണത്തിലെ കർണം അഥവാ ഹൈപ്പോട്ടൻസ് തമ്മിലുള്ള ഹരണബലം അഥവാ റേഷ്യോ അല്ലെങ്കിൽ റേറ്റ് ആണ് എന്ത്? സൈൻ. ആ റേറ്റ് അത്രയും ഒരു വാചകതാണ് ഇതിൻ്റെ അർത്ഥം. ഒരു വാചകം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഒരു വാചകത്തെ ചുരുക്കി എഴുതിയിട്ടുള്ളതാണത്. അപ്പോൾ നമ്മൾ സൈൻ തീറ്റ എന്ന് വെച്ചാൽ അപ്പോൾ എന്ത് വേണം? ഒരു മട്ടത്രികോണം മനസ്സിൽ വരുത്തുക, ഒരു തീറ്റ എന്നൊരു ആംഗിൾ വരുത്തുക, അതിനെതിരെ കിടക്കുന്ന വശവും ഹൈപ്പോട്ടൻസും മനസ്സിൽ കാണുക. അവ തമ്മിൽ ഹരിച്ചാൽ എന്തുത്തരം എന്ന്
അത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ കൂടെ കടന്ന് പോകണം. അല്ലാണ്ട് ഒരു വരിയാണ് ചുരുക്കി എഴുതിയിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ഇതിലെന്താ പറയുന്നത്? ഇപ്പോൾ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റ എന്ന ആംഗിളിന് എതിരെ കിടക്കുന്ന വശവും ഹൈപ്പോണ്ടീസും തമ്മിലുള്ള ഡിവിഷൻ അഥവാ റേഷ്യോ ആണ്, അല്ലെങ്കിൽ റൈറ്റ് ആണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഇതിൻ്റെ ഉത്തരം എത്രയായിരിക്കും? ഇതിൽ നോക്കി പറയാം, ഈ ട്രയാങ്കിളിൽ എത്രയായിരിക്കും ഉത്തരം? x/z. ഇതാണ് ഉത്തരം. മനസ്സിലായ? ഇതാണ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ. മനസ്സിലായ? അപ്പോൾ വാട്ട് ഈസ് സൈൻ തീറ്റ? സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണത് പറയാം? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ ഒരു ആംഗിൾ തീറ്റയാണെങ്കിൽ, ഒരു ആംഗിള് അല്ലെങ്കിൽ കോൺ തീറ്റയാണെങ്കിൽ ആ കോണിനെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ഇതാണെങ്കിൽ ഓപ്പോസിറ്റ് ഒക്കെ എടുക്കുന്നത് എക്സ്, അതും ഹൈപ്പോട്ട്ന്യൂസും അതായത് സെഡും തമ്മിലുള്ള റേഷ്യോ അഥവാ റേറ്റ് ആണത്. എന്താ x/z. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇത് മനസ്സിൽ കൂടെ കടന്നു പോകണം. ഒരു വാചകത്തെ അത്രയും ഷോർട്ടായിട്ട് എഴുതിയിട്ടുള്ളതാണ്, അല്ലാണ്ട് അത് ഒരു കോഡാണത് കേട്ടോ. അങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ +1ൻ്റെയും മുമ്പ്. അപ്പോൾ ഇത് നോക്കുക, ഇതെന്താണിത്? ദിസ് ഈസ് x ഈസ് എ ന്യൂമറേറ്റർ, z ഈസ് എ ഡിനോമിനേറ്റർ, therefore x/z ഈസ് എ ഫ്രാക്ഷൻ. അപ്പോൾ ട്രിഗണോമെട്രിയും ഏതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പഠനമാണ്? ഫ്രാക്ഷൻ്റെ. അപ്പോൾ ഈ ഫ്രാക്ഷൻ പഠിക്കാതെ ഇത് നിങ്ങൾക്ക് കിട്ടുമോ എന്നാണ് എൻ്റെ ചോദ്യം. ഇല്ല. കാരണം അറിയുക എന്ന് പറഞ്ഞാൽ അറിയുന്ന കാര്യത്തിൽ നിന്ന് കണ്ടുപിടിക്കണം. ഈ കാര്യം അറിഞ്ഞാൽ പിന്നെ മറ്റേ അറിയില്ല എന്നുള്ളത് ഉറപ്പല്ലേ? ഞാൻ ഉദാഹരണം പറഞ്ഞെന്നില്ലേ? അറിയുക എന്നുള്ള കാര്യം തന്നെ ആദ്യം പഠിക്കണം കുട്ടികൾ. മനസ്സിലായില്ലേ? അറിയുക എന്ന് പറഞ്ഞാൽ അറിയുന്ന ഒരു കാര്യം വെച്ച് അറിയാത്തതൊന്ന് കണ്ടുപിടിക്കലാണ് അറിയുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്രാക്ഷൻ അറിയാത്തവർക്ക് ട്രിഗണോമെട്രിയും കിട്ടില്ല, കാൽക്കുലസും കിട്ടില്ല. ഉറപ്പായല്ലോ? ഇനി നമുക്ക് വേറൊരു കാര്യം പഠിക്കാം. നമുക്ക് ഇതുപോലെ കോസ് തീറ്റ എന്ന് പറഞ്ഞ അർത്ഥം വേറെ എന്തിട്ടാ അതും പഠിക്കാം. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? അതുപോലെ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ തീറ്റ എന്ന കോണിനോട് ചേർന്ന് കിടക്കുന്ന എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റൻ്റായിട്ട് കിടക്കുന്ന, അപ്പോൾ സൈഡും ഹൈപ്പോട്ടനും തമ്മിൽ ഉള്ള റേഷ്യോ എന്നാണ് അർത്ഥം. മനസ്സിലായി? എന്താണ് റേഷ്യോ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലെന്തായിരിക്കും വരിക? y/z അല്ലേ? y/z ആണ് കോസ് തീറ്റ. ഇതിങ്ങനെയല്ല പഠിക്കേണ്ടത്, വേറെ തരത്തിൽ പഠിക്കേണ്ടത്. അത് പിന്നീട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ y/z എന്നുള്ളത് കോസ് തീറ്റ. അപ്പോൾ ടാൻ തീറ്റ. എന്താണ് ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഒരു ആംഗിൾ തീറ്റ വരുമ്പോൾ ആ ആംഗിളിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡും അതായത് എതിരെ കിടക്കുന്ന സൈഡും അഡ്ജസ്റ്റൻ്റ് എടുത്ത് ചേർന്ന് കിടക്കുന്ന സൈഡും തമ്മിലുള്ള റേഷ്യോ. അങ്ങനെയാണെങ്കിൽ ഇതിലെന്തായിരിക്കും വരിക? എതിരെ കിടക്കുന്ന സൈഡ് അത് എക്സ്, തൊട്ട് കിടക്കുന്ന സൈഡ് അഡ്ജസ്റ്റൻ്റ് സൈഡ് വൈ, ഇവ തമ്മിലുള്ള ഹരണഫലം. ഇത് പഠിക്കും നിങ്ങളുടെ +1 ആണ് കേട്ടോ. അത് ഇപ്പോൾ എഴുതിയിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ ഈ സൈൻ തീറ്റ കോസ് തീറ്റ ഞാൻ എടുക്കില്ല, നിങ്ങൾ പഠിച്ചു വയ്ക്കണം. എന്താണ് ഇത് നോട്ട് ചെയ്തിട്ട് പഠിക്കണം കേട്ടോ. ഇത് 3 ഇത് അതായത് അഡ്ജസൻ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് സി അല്ലേ? എനിക്ക് ഓർമ്മയില്ല ഇപ്പോൾ, നോക്കിയാലോ കേട്ടോ. അഡ്ജസ്റ്റൻ്റ് സൈഡ് അല്ല,
ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് കേട്ടോ. ഇത് ബൈ ഹാർട്ട്. അത് ഒന്നുകൂടി ഞാൻ പിന്നെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തുതരും, എന്നാലും ഇതൊന്ന് അറിഞ്ഞ് മനസ്സിലാക്കി വയ്ക്കണം കേട്ടോ. ഇത് അപ്പോൾ ഞാൻ രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ട് എടുത്ത് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതും പഠിക്കും, ഇത് ബേസ് എടുക്കും. മനസ്സിലായല്ലോ? ഇത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ? ഓക്കെ. ഇനി നമുക്ക് നേരെ മാറ്റി കുഴപ്പമുണ്ടോ? നിങ്ങൾ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഒരു ഫോട്ടോ എടുത്താലും മതിച്ചാ. എഴുതാൻ പറ്റില്ലെങ്കിൽ ഇതിൽ ഒരു ക്ലിക്കിൽ ഫോട്ടോ എടുത്താൽ മതി, സമയം ലാഭിക്കാനായിട്ട്. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ ഇതാന്ന് മനസ്സിലായി ഇല്ലേ? ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? അത് അനുപാതം. ഓക്കെ, വെരി ഗുഡ്. ഹൗ ഡിഡ് യു ലേൺ ഇറ്റ്? അതെ, ഓക്കെ. റേഷ്യോ അഥവാ അനുപാതം. അനുപാതം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, വൺ ഈസ് ടു ത്രീ ഒരു അനുപാതമാണ് അല്ലേ? ദിസ് ഈസ് ഈക്വൽ ടു 1/3. 1:3 ഈക്വൽ ടു 1/3 എന്താണ് അല്ലേ? റേഷ്യോ. റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:3 എന്നർത്ഥം. 1:3. അപ്പോൾ നമുക്ക് 1:2. 1:2. ഇപ്പോൾ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ അറിയോ? അറിയില്ല. എന്താ പഠിക്കാൻ? മാവ് ഒഴിച്ചിട്ടില്ലാവും. അതിപ്പോൾ അറിയില്ല. എന്നോട് ഞാൻ പറഞ്ഞു എന്നോട് ഞാൻ ഒരിക്കലേ ഒരാളോട് ചോദിച്ചു സാമ്പാർ വയ്ക്കാൻ. അതിനിപ്പോൾ എന്ത് സിമ്പിളല്ല എന്താ വെച്ചാൽ അത് കഷ്ണം നുറുക്കി അടുപ്പത്തില്ല. പിന്നെ മസാല ഉണ്ടല്ലോ അത് ചേർത്ത് അതിലിട്ടിട്ട് വേവിച്ച് ഉപ്പിട്ട സാധനമായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം? അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെ ഞാൻ പറഞ്ഞ സാമ്പാർ പോയി ഉണ്ടാക്കാൻ പറ്റുമോ? മസാല എന്താണെന്ന് അറിയണ്ടേ, എന്തിട്ട് ചേർക്കേണ്ടതെന്ന് അറിയണ്ടേ. എല്ലാവരും കൂടി പറഞ്ഞു മസാല എന്ന് പേരിട്ട് നമുക്ക് മനസ്സിലാവും. എന്ന പോലെ പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെ എന്താ ഇഡ്ഡലി ഉണ്ടാക്കാൻ പഠിക്കാൻ ഞാൻ അമ്മയുള്ളത് കാരണ കേട്ടില്ല. അപ്പോൾ കല്യാണം കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അമ്മ ഒന്ന് അപ്പോൾ പിന്നെ ഞാൻ ഇതില്ല, പിന്നെ പ്രശ്നമില്ല. അല്ല, എല്ലാ കാലവും അമ്മ ഉണ്ടാവും കൂടെ ഇഡ്ഡലി ഉണ്ടാക്കി തരാൻ. ആ ചായക്കടി ഉണ്ട് ഇല്ലേ? ചായക്കടി ഉള്ളത് കാലത്ത് നമുക്ക് ഇന്നലെ മേടിക്കുന്നില്ലേ? അല്ലെങ്കിൽ അവരെന്തിട്ടിട്ട് ഇഡ്ഡലി ഉണ്ടാക്കേണ്ട അറിയോ? പഴഞ്ചോറോ? അവിടെ രുചിയൊക്കെ എന്താണെന്നൊക്കെ രുചിയുടെ രഹസ്യം അറിയോ? അപ്പം അല്ല ഞാൻ ചോദിക്കുന്നതല്ല. അതെന്താ വെച്ചാൽ അരി എന്തൊക്കെയായാലും ചേരുവകൾ എന്നറിയോ? എന്താണ് ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള ചേരുവ എന്നറിയോ? ഉഴുന്നും അരി. അത്രയും ഉണ്ടോണ്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. പിന്നെ രുചിക്ക് വേണമെങ്കിൽ കുറച്ചും കൂടിയും ഫ്ലേവറിന് വേണ്ടിയിട്ട് മറ്റേ ഉലുവ ഒക്കെ ചേർക്കാറുണ്ടെന്ന് മാത്രം. അതുപോലെ ഈസ്റ്റൊക്കെ ചിലപ്പോൾ തിരിച്ചറിഞ്ഞ് പഞ്ചസാരയ്ക്ക് ഒന്ന് കുറച്ച് തുണ്ടൊക്കെ ഇടാം എന്ന് മാത്രം. പക്ഷെ നമുക്ക് മെയിനായിട്ട് എന്താ വേണ്ടത്? ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് അരിയും ഉഴുന്നും. ഏതളവിലെടുക്കണം? നമുക്ക് ഇങ്ങോട്ട് അത് നമുക്ക് തോന്നിയ ഒരളവിലിട്ടാൽ മതിയേ. തോന്നിയ പോലെ ഉണ്ടാക്കിയ അതിനെ പറയുക, തോന്നുന്ന പോലെ ഉണ്ടാക്കണം എന്താ പറയുക? നമ്മളെന്താ പറയുക? അങ്ങനെ നമ്മൾ എന്താ പറയുക? തോന്നണ പോലെ ചെയ്യുന്നതിന് തോന്നിയാസം കാണിക്കാന്ന് പറയുക അല്ലേ? അത് ഇഡ്ഡലി ഒരു തോന്നിയാസം കാണിക്കാന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അതിന് കൃത്യമായിട്ട് ഒരു അളവ് നമുക്കുണ്ട്, അത് പഠിക്കണം. എല്ലാത്തിനും കണക്കുണ്ട്. ഒരു ഗ്ലാസ് അരി എടുക്കുകയാണെങ്കിൽ 2 ഗ്ലാസ് ഒരു ഗ്ലാസ് ഉഴുന്നെടുക്കുകയാണെങ്കിൽ 2 ഗ്ലാസ് അരി എടുക്കണം. അതാണ് അതിൻ്റെ പ്രൊപ്പോർഷൻ. എന്താ പറയുക? ഇപ്പോൾ നമ്മളിപ്പോൾ 1 കപ്പ് അരി ഉഴുന്നെടുക്കുകയാണെങ്കിൽ എത്ര കപ്പ് അരി എടുക്കണം? 2. അപ്പോൾ ആ ഒരു പ്രൊപ്പോർഷൻ ഉണ്ടെങ്കിൽ വെച്ചാൽ അപ്പോൾ ഒരു പറ ഉഴുന്ന് മേടിച്ചിട്ട് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുകയാണെങ്കിൽ എത്ര പറ അരി മേടിക്കണം? 2 പറ അരി മേടിക്കണം. ഒരു ചാക്ക് ഉഴുന്നെടുത്തിട്ട് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ എത്ര
ചാക്ക് അരി എടുക്കണം 2. അപ്പോൾ അരി ഉഴുന്ന് തമ്മിൽ ഉഴുന്ന് ഈസ്റ്റു അരി എത്രയാ? 1:2. ഉഴുന്ന് ഈസ്റ്റു അരി എത്രയാ? 1:2 എന്ന് പറയും. ഒരു ഭാഗം ഉഴുന്ന് വരികയാണെങ്കിൽ 2 ഭാഗം എന്ത് വരണം? ഇതിങ്ങനെ എഴുതും. ഇവിടെ ഉഴുന്ന് അരി തമ്മിലുള്ള ഇതിന് 1/2 എന്ന് പറയും. 2 ഭാഗം അരി ഉണ്ടെങ്കിൽ ഒരു ഭാഗം 2/1 ഉഴുന്നിൻ്റെ അളവ്. 2/1. അപ്പോൾ ഇതെന്തെന്നെയാണ് റേഷ്യോ എന്തുതന്നെയാണ്? 1/2. 1:2 = 1/2 എന്ന് വെച്ചാൽ 1 ഒരു ന്യൂമറേറ്ററും 2 ഒരു, അപ്പോൾ റേഷ്യോ എന്താ? ഫ്രാക്ഷനാണ്. അപ്പോൾ ഈ റേഷ്യോ കിട്ടണമെങ്കിൽ എന്ത് വേണം? ഫ്രാക്ഷനാണ്. അപ്പോൾ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാത്തിൻ്റെയും ഫിസിക്സ് എന്ന് പറഞ്ഞ റേറ്റാണ്. ഫിസിക്സിൻ്റെ പഠനം മുഴുവൻ റേറ്റാണ്. അപ്പോൾ റേറ്റ് എന്താണെന്ന് അറിഞ്ഞാലാണ് ഫിസിക്സ് പഠിക്കാൻ പറ്റുള്ളൂ. റേറ്റാണ്. ഇപ്പോൾ വെലോസിറ്റി എന്താ? വാട്ട് ഈസ് വെലോസിറ്റി? വെലോസിറ്റി മീൻസ് എ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ എന്ത്? ഡിസ്റ്റൻസ് ട്രാവൽഡ്. അതോ ഡിസ്പ്ലേസ്മെൻറ്റ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ആണ് വെലോസിറ്റി. വാട്ട് ഈസ് ആക്സലറേഷൻ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഞ്ച് ഇൻ വെലോസിറ്റി. എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി. ഇറ്റ്സ് എ റേറ്റ്. ആക്സലറേഷൻ ഇസ് എ റേറ്റ്. വെലോസിറ്റി ഇസ് എ റേറ്റ്. മനസ്സിലായി? ഒക്കെ റേറ്റാണ്. ഫിസിക്സിൻ്റെ പഠനം എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് സ്റ്റഡി ഓഫ് റേറ്റ്സ്. അപ്പോൾ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് കേട്ടിട്ടുണ്ടോ? എന്താണെന്ന് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? എന്താ റേറ്റ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ ഓ എന്ന് വിളി കേൾക്കണ്ട. ഇല്ല, അത് വിളിക്കണ ചാള കിലോ 50 രൂപ, കിലോ 50 എന്ന് പറഞ്ഞ് ചാള പോകണം. എന്താ ആൾ പറഞ്ഞത്? ഈ റേറ്റ് എന്താണ്? ഒരു കിലോന് എന്താന്ന് പറയുന്നത്? എന്താണ്? റേറ്റാണ്. അപ്പോൾ നമുക്ക് 5 കിലോ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരു കിലോൻ്റെ വില അറിയാൻ 2 കിലോ ചാളയ്ക്ക്, 3 കിലോ ചാളയ്ക്ക്, 5 കിലോ ചാളയ്ക്ക് കണ്ടുപിടിക്കാം. 1 കിലോൻ്റെ 5 ടൈംസ് ആണ് 5 കിലോന്ന്, അല്ലേ? അപ്പോൾ 10 കിലോ മേടിക്കണമെങ്കിൽ 1 കിലോൻ്റെ 10 ഇരട്ടി കാശ് കൊടുത്താൽ മതി. റേറ്റ് അറിഞ്ഞാൽ എന്തും കൂട്ടിയെടുക്കാം. നമുക്ക് 1000 കിലോ മേടിക്കണമെങ്കിൽ നമുക്കറിയാം. 1 കിലോന് 50 ആണെങ്കിൽ 1000 കിലോന് എത്ര 50 വേണം? 1050 വേണം, അല്ലേ? 1050 വേണം. അപ്പോൾ അത് കണ്ടുപിടിച്ചൂടെ? റേറ്റ് അറിഞ്ഞാൽ ഏതും കണ്ടുപിടിക്കുക. നമുക്ക് ഏത് കടയിൽ പോയിട്ട് നമ്മൾ എന്താ ചോദിക്കുക? 1 കിലോ ആപ്പിൾ എന്താ വില? അല്ലെങ്കിൽ 1 കിലോ എന്തെങ്കിലും ചോദിക്കുക. എന്താ കാരണം? അതറിഞ്ഞ് ഏത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അളക്കലാണ് എന്ത്? ഫിസിക്സിൻ്റെ പണി തന്നെ. അപ്പോൾ അളക്കണമെങ്കിൽ എന്തറിയണം? റേറ്റ് അറിയാം. അതിനൊരു വെലോസിറ്റി റേറ്റ്, ഇതൊക്കെ റേറ്റ്, ആക്സിലറേഷൻ റേറ്റാണ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ റേറ്റ് കണ്ടില്ലെങ്കിൽ നമുക്ക് എന്ത് കഴിയില്ല? ഫിസിക്സേ പഠിക്കാൻ പറ്റില്ല. ഫിസിക്സ് ആക്ച്വലി റേറ്റിൻ്റെ ഒരു പഠനമാണ്. അപ്പോൾ 10 കിലോ റേറ്റ്, 10 kg ചാളയ്ക്ക് 500 രൂപ കൊടുത്തു. ഒരാൾ മേടിച്ചുകൊണ്ട് കണ്ടു. ഒരാൾ 10 കിലോ ചാള 500 രൂപയ്ക്ക് മേടിച്ചുകൊണ്ട് കണ്ടു. അപ്പം നമുക്ക് റേറ്റ് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് എത്രയാണ് 1 കിലോ ചാളയ്ക്ക്? എങ്ങനെയാണ് കണ്ടുപിടിക്കിയത്? റേറ്റ് എത്രയില്ലേ? റേറ്റ് എത്രയാണ്? 500/10, അതായത് 50 രൂപ. അപ്പോൾ റേറ്റ് എന്താ? ഇവിടെ എന്താ ഇത്? ഒരു ഇതെന്താ? പിന്നെ DR NR. ദെൻ റേറ്റ് ഈസ് എ വാട്ട് ഈസ് റേറ്റ്? റേറ്റ് ഈസ് എ ഫ്രാക്ഷൻ. അപ്പോൾ നമ്മൾ വെലോസിറ്റി ഈക്വൽ ടു ds/dt എന്നാണ് എഴുതുക. എന്താണ് പറയുക? ds/dt. ds ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ്, അടിയിൽ ചേഞ്ച് ഇൻ ടൈം. അപ്പോൾ ds/dt ഇറ്റ് ഈസ് എ ഡിഫറൻഷിയേഷനിൽ വരുന്നതും കൂടിയാണ് ഇത്. അപ്പോൾ ഇതൊരു
എന്താ റേറ്റാണ്. അപ്പോൾ ഇതെന്താണത്? റേറ്റ്. അപ്പോൾ റേറ്റ് ഈസ് ആൾസോ എക്സ്റ്റൻഷൻ ഓഫ് എന്താണ് അതിൻ്റെ ഫ്രാക്ഷൻ. അപ്പോൾ റേറ്റ് പഠിക്കണമെങ്കിൽ എന്താ പഠിക്കണം? ഫ്രാക്ഷൻ പഠിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ ഫ്രാക്ഷൻ പഠിച്ചാലാണ് എന്ത് പഠിക്കാൻ പറ്റുള്ളൂ. ഞാനൊരു 10-35 വീഡിയോ ഫ്രാക്ഷനെ കുറിച്ച് ഇട്ടു. അപ്പോൾ ആൾക്കാർ ചോദിക്കും എന്താ ഈ ഫ്രാക്ഷൻ ഇങ്ങനെ കഴിയാത്ത, എന്താ ഫ്രാക്ഷൻ എത്ര ഡീപ്പായിട്ട് പഠിപ്പിക്കുന്നത് എന്താണ്? എന്താ കാരണം? ഫ്രാക്ഷൻ പഠിച്ചാലേ എന്തൊക്കെ കിട്ടുള്ളൂ? ഏതൊക്കെ? ഇതൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ റേറ്റ് ഈസ് എ ഫ്രാക്ഷൻ. മനസ്സിലായ? ഓക്കെ. അടുത്തതായിട്ട് എന്താണ് പേഴ്സൻ്റ്? ഇപ്പോൾ ഒരു ചെറിയ ഐഡിയ കിട്ടി എന്താണ് റേഷ്യോ എന്നുള്ളത്. റേഷ്യോ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ. അപ്പോൾ നമ്മളത് കണ്ടു വെച്ച് കഴിഞ്ഞാൽ പിന്നെ എത്ര വേണമെങ്കിൽ റേഷ്യോ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ എത്ര അളവ് വേണമെങ്കിൽ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാനും കൂടി പഠിച്ചില്ലേ? ഇത് അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്കൊരു കാര്യം ഉണ്ടെങ്കിൽ പാചകം കൂടി പഠിപ്പിക്കേണ്ടിയില്ല. അതിന് സ്പെഷ്യൽ ഫീസ് വേണം. അപ്പോൾ ഇത് ഇനി നമുക്ക് ഇതെന്താ സാധനം വായിച്ചേ? റീഡീസ്. ഓക്കെ, വെരി ഗുഡ്. ഇതെങ്ങനെ എഴുതാമെന്നറിയോ? എങ്ങനെ എഴുതാൻ പറ്റുമെന്നറിയോ? 50% മീൻസ് 50/100. എന്താണ് 50% എന്ന് പറഞ്ഞാൽ? എന്താണ് 50% പറഞ്ഞാൽ? 50/100. 5% പറഞ്ഞാൽ എന്തായിരിക്കും? 5/100. Then a percentage, that means percentage is, what is percentage? Is a fraction. Percentage. അപ്പോൾ ഫ്രാക്ഷൻ പഠിക്കാൻ പെർസെൻറ്റേജ് പഠിക്കാൻ പറ്റുമോ? നോ. അപ്പം അത് മനസ്സിലായല്ലോ. ദെൻ this is 2.25. What is this called? It is a decimal. It is a decimal number. അല്ലേ? 0.25 is a decimal number. ഇതിന് എങ്ങനെ എഴുതാമെന്നറിയോ? 2.5 can be written as 25/100. Do you know that? Yes. And then 0.25 is a fraction. അപ്പോൾ ഡെസിമലിൻ്റെ പഠനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രാക്ഷനാണ്. ദെൻ ഇതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്? ഒരുപാട് ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സിൻ്റെ ഏതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്? ഏത്? ഫ്രാക്ഷനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ആ ഫ്രാക്ഷൻ നന്നായി പഠിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് പഠിക്കാൻ കഴിയില്ല? വേറൊന്നും പഠിക്കാൻ കഴിയില്ല. അതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. മനസ്സിലായ? ഇതില്ലെങ്കിൽ നമുക്കൊന്നും പഠിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഫണ്ടമെൻ്റലായിട്ട് ഏറ്റവും അധികം ആഴത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ശാഖ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങളെന്തായിരിക്കും പറയുക? ഫ്രാക്ഷൻ. അതന്നെ എനിക്കും പറയാനുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഫ്രാക്ഷനിൽ നിന്ന് പഠനം ആരംഭിക്കാം എന്ന് പറയുന്നത്. മനസ്സിലായ? അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ സമയം എത്രയായി നോക്കിയേ? സമയം വൈകിയോ? 12:30. അപ്പോൾ എന്തായാലും നിങ്ങൾ സമ്മതിച്ചാൽ നിങ്ങളുടെ വയറ് സമ്മതിക്കില്ല ഇവിടെ തുടരാൻ, അല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഇതുവരെ എൻ്റെ ക്ലാസ് എത്തിച്ചതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമുക്ക് അടുത്ത ക്ലാസ് വരെ വെയിറ്റ് ചെയ്യാം. അതുവരെയ്ക്ക് എല്ലാവർക്കും വിടാം.